സെൽഫ് ലവ്. നാം സ്വയം നമ്മെ സ്നേഹിക്കേണ്ടതെങ്ങനെ, സ്വയം നമ്മെ പരിപാലിക്കേണ്ടതെങ്ങനെ എന്ന് മനസ്സിലാക്കാം. നമ്മൾ മനുഷ്യർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹവും പരിപാലനങ്ങളുമൊക്കെ ആവശ്യമാണല്ലേ. കൂടെയുള്ളവരിൽ നിന്ന് സ്നേഹവും പരിചരണവുമൊക്കെ ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഹാപ്പിയായി മുന്നോട്ട് പോകും. അൺഫോർച്ചുനേറ്റ്ലി അവരിൽ നിന്നും ഇതൊന്നും കിട്ടാതെ വന്നാലോ, അല്ലെങ്കിൽ കൂടെയുള്ളവരിൽ നിന്ന് എപ്പോഴും കുറ്റപ്പെടുത്തലുകളും അവഗണനകളുമാണ് ലഭിക്കുന്നതെങ്കിലോ ജീവിതം വല്ലാത്ത നിരാശയിലും സങ്കടത്തിലുമാവും അല്ലേ. ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ഓട്ടത്തിനിടയിൽ പലർക്കും പലരെയും സ്നേഹിക്കാനും പരിപാലിക്കാനുമൊന്നും കഴിഞ്ഞെന്നും വരില്ല. സെൽഫ് ലവ്. അവനവൻ്റെ ഉള്ളിൽ തന്നോട് തന്നെ ഒരു ഇഷ്ടവും മതിപ്പും ഉണ്ടാവണം. തനിക്ക് കിട്ടിയ ജീവിതം ഏറ്റവും മനോഹരമാക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തം തന്നെയാണ്. തൻ്റെ മനസ്സിനെയും ശരീരത്തെയും നന്നായി പരിപാലിക്കേണ്ടതും അവനവൻ തന്നെയാണ്. സെൽഫ് ലവിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറേയധികം വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. സ്വയം തിരിച്ചറിയുക, സ്വന്തം കഴിവും കഴിവുകേടുകളും തിരിച്ചറിയുക. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളുമായാണ് ജനിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യരുടെയും മനസ്സും ശരീരവും അസാമാന്യമായ കഴിവുകൾ കൊണ്ട് സമ്പന്നമാണ്. അത് കണ്ടെത്തി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഉള്ളിലെ ആ ഒരു കഴിവിനെ കണ്ടെത്താൻ ശ്രമിക്കുക. അതിനു വേണ്ടി സ്വയം നിരീക്ഷണങ്ങൾ നടത്തുക. നമുക്ക് മടുപ്പില്ലാതെ ഇഷ്ടത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അത് ചെയ്തു കഴിയുമ്പോൾ വല്ലാത്ത ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു പ്രവൃത്തി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയവും പണവും ചിലവഴിച്ച് അതിനെ നമ്മുടെ മികച്ച കഴിവാക്കി മാറ്റാം. സെൽഫ് ലവിലേക്ക് എത്താനുള്ള അടുത്ത വഴി സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ എന്താണോ അതുപോലെ നമ്മെ നാം സ്വീകരിക്കുക. സ്വന്തം പരിമിതികൾ അംഗീകരിക്കുക. മറ്റാരുമായും നാം നമ്മെ താരതമ്യപ്പെടുത്താതിരിക്കുക. അവളെപ്പോലെ നിറം ഉണ്ടായിരുന്നെങ്കിൽ, അവനെപ്പോലെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ എന്നൊന്നും ചിന്തിക്കാതെ തൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. തൻ്റെ നിറവിലേക്ക് നോക്കുക. തന്നെപ്പോലെ ഈ ലോകത്ത് താൻ മാത്രമേ ഉള്ളൂ. തനിക്ക് ചെയ്യാനുള്ളത് താൻ തന്നെ ഇവിടെ ചെയ്യണം. അതിന് പകരമാകാൻ മറ്റാർക്കും കഴിയൂല. ഒരു വിരലടയാളം പോലും ഒരുപോലെ അല്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. പിന്നെന്തിനാണ് മറ്റുള്ളവരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത്? തനിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് എപ്പോഴും നന്ദിയുള്ളവരാവുക, സന്തോഷം അനുഭവിക്കുക. സെൽഫ് ലവിലേക്ക് എത്താനുള്ള അടുത്ത വഴി സെൽഫ് കോൺഫിഡൻസ് ആണ്. സ്വന്തം പ്രവൃത്തിയിലും കഴിവിലും സ്വയം വിശ്വാസം ഉണ്ടാവണം. ചിലർക്കെപ്പോഴും സെൽഫ് ഡൗട്ടാണ്. ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നൊരു ചിന്തയാണ്. സ്വന്തമായി പാകം ചെയ്ത ഭക്ഷണത്തിൻ്റെ അഭിപ്രായം മറ്റുള്ളവർ പറഞ്ഞാലേ സമാധാനം കിട്ടൂ. ധരിച്ച ഡ്രസ്സ് മാച്ചാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാലേ സമാധാനം കിട്ടൂ. ഇങ്ങനെ മറ്റുള്ളവരുടെ അപ്രിസിയേഷൻ കിട്ടില്ലെങ്കിൽ സമാധാനം തകരുന്നത് ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ്. സ്വന്തത്തെ വിശ്വസിക്കുക, സ്നേഹിക്കുക. സെൽഫ് ലവിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നതാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്തുക. തൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ജീവിത പങ്കാളിയോട് തുറന്നു പറയാൻ കഴിയണം. നോ പറയേണ്ടിടത്ത് നോ പറയാൻ പറ്റണം. സെൽഫ് ലവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൽഫ് കെയർ. ശരീരവും മനസ്സും ഒരുപോലെ പരിപാലിക്കുക. തൻ്റെ ശരീരത്തെ ഏറ്റവും വൃത്തിയായും ഭംഗിയായും കൊണ്ടു നടക്കുക. ശരീരത്തിൻ്റെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ബാലൻസ് ചെയ്യുക. ശരീരത്തിനാവശ്യമായ വെള്ളം കുടിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുക. പോസിറ്റീവ് വൈബ് തരുന്ന കൂട്ടായ്മയുടെ ഭാഗമാവുക.
എപ്പോഴും തൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. എപ്പോഴും നല്ല ചിന്തകളാണ് ഒരു മനുഷ്യന് അവൻക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് തന്നെയാണ് സെൽഫ് ലവ്. സെൽഫ് ലവിലേക്ക് എത്താനുള്ള അടുത്ത സ്റ്റെപ്പ് സെൽഫ് ഫോർഗിവ്നെസ് ആണ്. നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാൻ പറ്റണം. പലരും കഴിഞ്ഞു പോയ പല സംഭവങ്ങളെയും ഓർത്ത് വിഷമിക്കാറുണ്ടല്ലേ. ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അത് തിരുത്താമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കാറില്ലേ? പക്ഷേ കഴിഞ്ഞു പോയില്ലേ, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട് ക്ഷമിക്കാൻ കഴിയണം. സെൽഫ് ഫോർഗിവ്നെസ്, സ്വന്തത്തോട് ക്ഷമിക്കുക. പലപ്പോഴായി നാം നമ്മെ കുറ്റപ്പെടുത്തിയതും മാറ്റി നിർത്തിയതും സാക്രിഫൈസ് ചെയ്തതുമെല്ലാം ഒരു വേദനയായി ഉള്ളിൽ കിടപ്പുണ്ടാവും. നാം മറ്റുള്ളവർ ചെയ്ത തെറ്റിനോട് ക്ഷമിക്കാറില്ലേ? ഇനി നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്നാൽ മറ്റുള്ളവരോട് സോറി പറയാറില്ലേ? അതുപോലെ തന്നെ സ്വന്തത്തോട് സോറി പറയുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. ഇനി സെൽഫ് ലവ് പ്രാക്ടീസ് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് നമ്മെക്കുറിച്ച് പറയാനുള്ള നല്ല വാചകങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതാം. അല്ലെങ്കിൽ നമ്മോട് തന്നെ പറയാം, നെഞ്ചിൽ കൈവച്ച് പറയാം, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. കണ്ണാടിയിൽ നോക്കി നമുക്ക് നാം തന്നെ മോട്ടിവേഷൻ കൊടുക്കാം. ഐ ആം സ്ട്രോങ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം സ്മാർട്ട് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങളിൽ വേണ്ടത് അത് സ്വന്തത്തോട് പറയുക. ഇപ്പോൾ താൻ എന്താണെന്ന് മനസ്സിലാക്കി ഇനി താൻ എന്താവണം എന്ന് ലക്ഷ്യം വെച്ച് പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും സെൽഫ് ലവ് നേടിയെടുക്കാൻ പറ്റും. സെൽഫ് ലവ് എന്നത് ഒരിക്കലും സെൽഫിഷ് ആവുന്നതല്ല, മറിച്ച് സ്വന്തത്തെ സ്നേഹിക്കുന്നതിലൂടെ ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്കും കൊടുക്കാൻ കഴിയും. തൻ്റെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയുക. ആദ്യം സ്വയം സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവരെയും സ്നേഹിക്കുക. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ പോസിറ്റീവ് മൈൻഡ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം.